നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് മാസം 30-ാം തീയതിയാണ്, ശനിയാഴ്ച ദിവസം. 18 നക്ഷത്രക്കാരായ ആളുകൾ നാളത്തെ ദിവസം അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. ജീവിതവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ധന സമ്പാദനത്തിന് തടസ്സമായി നിൽക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ജീവിതത്തിന് മുന്നോട്ട് ഗതി പിടിക്കേണ്ടതിന് നിങ്ങൾ ചെയ്യേണ്ടുന്ന പരിഹാരം എന്തൊക്കെയാണ്, അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ചെയ്യാൻ പറയുന്ന പരിഹാരങ്ങൾ കൂടി നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ നാളത്തെ ദിനം എന്ന് മാത്രമല്ല തുടർന്നുള്ള സമയങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടവും ഭാഗ്യവും അതിലൂടെ തന്നെ വന്നു ചേരും. അപ്പോൾ 18 നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം. കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരായ ആളുകൾക്ക് നേട്ടത്തിൻ്റെ ധാരാളം അവസരങ്ങൾ തുറക്കുന്ന ഒരു ദിനമാണ് നാളെ. വളരെ ഊർജം തോന്നുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. മറ്റുള്ള ദിനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നാളത്തെ ദിവസം പതിവിൽ കവിഞ്ഞ ഒരു ഊർജം ഏത് കാര്യങ്ങൾ ചെയ്യുന്നതിലും നിങ്ങൾക്ക് അനുഭവപ്പെടും. നാളെ രാത്രിയുള്ള യാത്ര കഴിവതും ഒന്ന് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി അമിതമായ തോതിലുള്ള ധനം ചിലവാക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. അത് കൂട്ടുകാർക്ക് വേണ്ടിയാകട്ടെ, ബന്ധുക്കൾക്ക് വേണ്ടിയാകട്ടെ. അപ്പോൾ അങ്ങനെയുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ നാളത്തെ ദിവസം അതിൽ നിന്നൊന്ന് ഒഴിവാകുക. അല്ലെങ്കിൽ അമിതമായ ചിലവുകൾ വന്നു ചേർന്ന് അത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത അവസ്ഥയിലേക്ക് പോകും. മുതിർന്നവരെ ബഹുമാനിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അത് നാളെയെന്നല്ല, തുടർന്നുള്ള സമയങ്ങളിൽ നമ്മുടെ ജീവിത വിജയത്തിന് മുതിർന്നവരുടെ വാക്കുകൾ ശ്രവിക്കുന്നതും അവരെ അനുസരിക്കുന്നതുമൊക്കെ വളരെയധികം ഗുണം ചെയ്യും. അത് പുണ്യപ്രവൃത്തി തന്നെയാണ്. അപ്പോൾ നാളത്തെ ദിവസം കഴിവതും മുതിർന്നവർ പറയുന്ന വാക്കുകളൊക്കെ ശ്രവിക്കുക. അത് നിങ്ങൾക്ക് പൊതുമധ്യത്തിലും ഒരു മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ബഹുമാനം ഉണ്ടാകുന്നതിനും മതിപ്പുളവാകുന്നതിനുമൊക്കെ സഹായകമാകും. അപ്പോൾ നാളെ നിങ്ങൾ ചെയ്യേണ്ടത് ശുക്രനുമായി ബന്ധപ്പെട്ട അതാണ് സുഗന്ധദ്രവ്യങ്ങൾ അല്ലെങ്കിൽ സുഗന്ധം പരത്തുന്ന വസ്തുക്കൾ, ഇതൊക്കെ ശുക്രനുമായി അടിസ്ഥാനപ്പെട്ടതാണ്. അപ്പോൾ നാളത്തെ ദിവസം പ്രധാന കാര്യങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങളൊരു സുഗന്ധദ്രവ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പൂശി പോവുകയാണെങ്കിൽ അത് പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ധാരാളമായി എത്തുന്നതിന് സഹായമാകും. അതായത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളോട് മറ്റുള്ളവർക്ക് മതിപ്പ് തോന്നുന്നതിനും നിങ്ങളുടെ ആ ഒരു അപ്പിയറൻസ് നല്ല രീതിയിലായിരിക്കണം. അപ്പോൾ അങ്ങനെ പോയാൽ, അതായത് നാളത്തെ ദിവസം ഏതെങ്കിലും പ്രധാന കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ടിരിക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു അപ്പിയറൻസ് ആയിരിക്കും. നല്ല രീതിയിൽ ഒരുങ്ങി നല്ല സുന്ദരനും സുന്ദരിയുമായിട്ടൊക്കെ പോവുകയാണെങ്കിൽ അത് ഇരട്ടി ഭാഗ്യം, അതായത് ശുക്രൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്നതിനും നാളത്തെ ദിവസം എല്ലാ മേഖലയിലും ഊർജ്ജമായി ജ്വലിച്ചു നിൽക്കുന്നതിനും സഹായിക്കും. മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരായ ആളുകൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യം ഉളവാകുന്ന ഒരു ദിവസമായിരിക്കും നാളെ. നിലവിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അത് അവഗണിക്കാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ചില പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. ചില പരിചയം പുതുക്കലിനുമുള്ള അവസരമുണ്ടാകും. പിണക്കം മാറി ബന്ധുക്കൾ അടുത്തു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കളുടെ ആ അകൽച്ചയിൽ നിങ്ങൾ മനോവിഷമം ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ വിഷമങ്ങളൊക്കെ മാറാനുള്ള സമയമായിട്ടുണ്ട്. ഒരു ഏകാന്തത മനസ്സിനെ കീഴടക്കാനുള്ള അവസരം ഒരുക്കാതിരിക്കുക. അതായത് മറ്റുള്ളവരുടെ അകൽച്ച അല്ലെങ്കിൽ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അതൊക്കെ നിങ്ങളെ ഒരു ഉൾവലിച്ചിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏകാന്തത നിങ്ങളുടെ മനസ്സിനെ പിടികൂടാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. മനസ്സ് ഉൾവലിഞ്ഞു പോകുന്നതിലേക്ക് എത്തിക്കാതിരിക്കുക. എപ്പോഴും നല്ല കാര്യങ്ങളൊക്കെ ശ്രമിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, തന്നാലെല്ലാം കഴിയും എന്ന ഒരു ചിന്തയിലേക്ക് എത്തിച്ചേരാനാണ് ശ്രമിക്കുക. നാളത്തെ ദിവസം മധുര പലഹാരങ്ങൾ, അതായത് മിഠായി പോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ മധുര പലഹാരങ്ങളൊക്കെ വിതരണം ചെയ്യുന്നത് വളരെയധികം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിന് സഹായിക്കും. അപ്പോൾ കുട്ടികൾക്കാകട്ടെ അല്ലെങ്കിൽ അയൽക്കാർക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ നാളത്തെ ദിവസം നിങ്ങളുടെ കൈകൾ കൊണ്ട് മധുരം നൽകുന്നത് വളരെയധികം ഉത്തമമായ സാമ്പത്തിക നിലയിലേക്ക് നിങ്ങൾ എത്തുന്നതിന് വഴിയൊരുക്കും. ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നി രാശിക്കാരായ ആളുകൾക്ക് ജോലി സമ്മർദ്ദം നിമിത്തം അല്പം പിരിമുറുക്കമൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത നാളത്തെ ദിവസം കാണുന്നുണ്ട്. എങ്കിലും വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും കാണുന്നില്ല. പ്രണയിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ദിനമായിരിക്കും നാളത്തേത്. ദീർഘകാലമായി മനസ്സിൽ നിറഞ്ഞു നിന്ന ഒരു ആഗ്രഹം പൂർത്തീകരണം നാളെ ഉണ്ടാകുന്നതാണ്. നാളെ വളരെ അനുകൂലമായ ദിനമാണ്. എങ്കിൽ പോലും കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് അല്പം സ്ട്രെസ്സിനോ അല്ലെങ്കിൽ അല്പം ജോലി ഓവർ വർക്കൊക്കെ വരാനോ ഓവർലോഡ്, അതായത് നമ്മൾ ദിനവും ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ നിന്ന് അല്പം വർക്ക് ലോഡൊക്കെ കൂടാനുള്ള ഒരു സാധ്യത മാത്രമേ ഉള്ളൂ. അത് വലിയ വിഷമിക്കേണ്ട തരത്തിലേക്കൊന്നും കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെന്ന് എത്തിക്കുകയില്ല. നാളെ
ഉറക്കമുണർന്നതിന് ശേഷം കട്ടിലേ ഇരുന്ന് തന്നെ 11 തവണ ഓം ഓം എന്നൊന്ന് മന്ത്രോച്ചാരണം നടത്തുക, ഒന്ന് ജപം നടത്തുക. 11 തവണ മതി. ഉറക്കമുണർന്ന് നമ്മൾ കട്ടിലിൽ അല്പനേരം ഇരിക്കുമല്ലോ, അതിനുശേഷമാണല്ലോ നമ്മൾ നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനായി എഴുന്നേറ്റ് പുറപ്പെടാറുള്ളൂ. അപ്പോൾ ആ കട്ടിലേ ഇരുന്ന് കൊണ്ട് തന്നെ 11 തവണ ഓം ഓം എന്ന് ജപിക്കുക. നല്ല രീതിയിലുള്ളൊരു പോസിറ്റീവ് ഊർജ്ജം നാളത്തെ ദിവസം നിങ്ങൾക്ക് ചുറ്റും നിലനിൽക്കുന്നതിന് സഹായകമാകും. വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായ ആളുകൾക്ക് സാഹസിക പ്രവൃത്തികളൊന്നും തന്നെ നാളത്തെ ദിവസം ഇറങ്ങി പുറപ്പെടാതിരിക്കുക. ഒരു സാഹസിക പ്രവർത്തനങ്ങൾക്കും നാളത്തെ ദിവസം നല്ലതല്ല. അതുവഴി നിങ്ങൾക്ക് ദോഷങ്ങളുണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് ചില അറിയിപ്പുകളൊക്കെ കാത്തിരിക്കുന്ന ആളുകൾക്ക് ചില അറിയിപ്പുകൾ അതുമായി ബന്ധപ്പെട്ടതൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാനുള്ള അവസരവും ഭാഗ്യവും ഒക്കെ നാളത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകും. അനാവശ്യമായിട്ടുള്ള ഒരു തർക്കങ്ങളിൽ ചെന്ന് പെടാതിരിക്കാനായി ശ്രമിക്കുക. പ്രത്യേകിച്ച് വിദേശത്തേക്ക് പോകാനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അനാവശ്യ വാക്ക് തർക്കങ്ങളോ കേസ് പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതിരിക്കാനായി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നാളത്തെ ദിവസം ചിലവ് അല്പം വർദ്ധിക്കുന്ന സമയമാണ്. കാരണം എന്തെന്നാൽ കുടുംബത്തോടൊപ്പം സന്തോഷകരമായ ചില നിമിഷങ്ങളൊക്കെ പങ്കിടാനും കുടുംബാംഗങ്ങളൊക്കെ ഒത്തുകൂടി സന്തോഷകരമായ ഒരു ആഘോഷത്തിനൊക്കെയുള്ള സാധ്യതയും നാളത്തെ ദിവസം കാണുന്നുണ്ട്. ചില ബന്ധുക്കളുടെയൊക്കെ ആഗമനം ഒക്കെ നാളത്തെ ദിവസം കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില ചിലവുകളൊക്കെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ബന്ധുക്കളുടെ സമാഗമം ആകുമ്പോൾ അവർക്ക് ആഹാരം വെച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ അതുമായി ബന്ധപ്പെട്ട ചില ചിലവുകളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നു. നാളത്തെ ദിവസം അടുത്തുള്ള സ്ഥലദൈവത്തിന് വെളുത്ത പൂക്കൾ സമർപ്പിക്കുന്നത് വളരെയധികം ഉത്തമമായ ഫലത്തെ പ്രദാനം ചെയ്യും. ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരായ ആളുകൾക്ക് സന്തോഷകരമായ ഒരു വാർത്ത ശ്രവിക്കാനുള്ള ഭാഗ്യം നാളെ ഉണ്ടാകുന്നതാണ്. കുട്ടികളുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ, അല്ലെങ്കിൽ അവരുമായി സംബന്ധിച്ച് ചില അവരെ അല്ലെങ്കിൽ അവർ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ആരെങ്കിലും വിളിച്ച് അവരുടെ പരാതി പറയുകയും അങ്ങനെയുള്ള ചില പരാതികളൊക്കെ കുട്ടികളുമായി ബന്ധപ്പെട്ട് കേൾക്കേണ്ടതായി വരികയും അവരെ ശാസിക്കേണ്ടതായൊക്കെ വന്നേക്കും. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിനമാണ് നാളെ. വീട്ടിൽ നിന്ന് മാറി താമസിക്കുകയോ അല്ലെങ്കിൽ വിനോദയാത്രയുടെ ഭാഗമായി നാളത്തെ ദിവസം വീട്ടിൽ നിന്ന് അകന്ന് കഴിയേണ്ടതോ ഒക്കെയായിട്ട് വന്നേക്കാവുന്നതാണ്. വിവാഹിതരായ ആളുകൾക്കും സന്തോഷിക്കാനുള്ള ധാരാളം നിമിഷങ്ങൾ നാളത്തെ ദിവസം ഉണ്ടാകും. മാനസികമായി ദൃഢത കൈവരിക്കുന്നതിന് എപ്പോഴും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ പുറപ്പെടുന്നതിന് മുൻപേ അമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നതിന് ശ്രമിക്കുക. അങ്ങനെ അമ്മയുടെ അനുഗ്രഹം വാങ്ങി പുറപ്പെടുന്ന ഏത് കാര്യവും വിജയകരമായി നിങ്ങൾക്ക് പൂർത്തീകരിക്കാനും സാധിക്കും. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരായ ആളുകൾക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ വാങ്ങാനും അല്ലെങ്കിൽ അത് മുഖേന ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചെയ്യാനും നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനൊക്കെ സാധ്യമാകുന്നതാണ്. നാളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം പണം ആർക്കും കടം കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പണം കടം കൊടുത്താൽ അത് വലിയ വിനയായി മാറും. നാളത്തെ ദിവസം ശ്രദ്ധിക്കുക. അഥവാ കൊടുത്തേ മതിയാവും, ഏറ്റവും അടുത്ത ആളാണ് എന്തെങ്കിലും പറയുമ്പോൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും രേഖകൾ അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ പക്ഷം അത് വളരെ വലിയ വിഷയങ്ങളിലേക്ക് ചെന്ന് പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് കഴിവതും നാളത്തെ ദിവസം ആർക്കും പണം കടം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സന്തോഷത്തോടെ കുടുംബത്തിലുള്ളവരോട് പെരുമാറാൻ കൂടി നാളത്തെ ദിവസം ശ്രദ്ധിക്കുക. മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾ ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ മേൽ ശകാരമായി ചൊരിയാനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിലെ വിഷമങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ പുറത്ത് മറ്റുള്ളവരോട് ആ വിഷമങ്ങൾ എടുത്ത് പ്രയോഗിക്കാതിരിക്കാനൊന്ന് ശ്രമിക്കുക. കാരണം നിങ്ങൾ പറയുന്ന ചില വാക്കുകൾ നിങ്ങളുടെ മനസ്സിൻ്റെ പ്രയാസം കൊണ്ടായിരിക്കും പറയുന്നതെങ്കിലും അത് മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് ഏൽപ്പിക്കുന്ന മുറിവുകൾ ഒരിക്കലും ചിലപ്പോൾ ഉണങ്ങാൻ സാധ്യത കാണുന്നില്ല. പ്രത്യേകിച്ച് മാതാപിതാക്കളോട് കൂടപ്പിറപ്പുകളോടൊത്ത് സന്തോഷിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. സഹോദരരുമായും സഹോദരസ്ഥാനീയരുമായൊക്കെ സന്തോഷിക്കാനുള്ള നിമിഷങ്ങൾ നാളത്തെ ദിവസം ഉണ്ടാകും. മനസ്സിന് സന്തോഷം നൽകുന്ന ചില വാർത്തകളൊക്കെ ശ്രവിക്കുവാനുള്ള ഒരു ഭാഗ്യവും അവസരവും ഒരുപാട് നാളുകൾക്ക് ശേഷം കൈവരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ ശനിയാഴ്ച. നാളെ ശനിയാഴ്ച ദിവസമാണ് എന്ന് കരുതി ആരും ചിന്തിക്കേണ്ട. ചിലപ്പോൾ ചില ആളുകൾ ചിന്തിക്കാറുണ്ട് ശനിയാഴ്ച ദിവസം അതിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റിയൊക്കെ വന്ന് ചേർന്നേക്കാം എന്ന്. അങ്ങനെയൊന്നും തന്നെയില്ല. ഇവിടെ നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലത്തെ പ്രദാനം ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തേത് ശനിയാഴ്ച. നിങ്ങളുടെ ജീവിതത്തിന് വളരെയധികം മാറ്റം കൂട്ടുന്ന അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരുന്ന പല കാര്യങ്ങളും നാളത്തെ ദിവസം ഉണ്ടാകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാത്രി സഞ്ചാരം ഒഴിവാക്കുക, കടം കൊടുക്കുന്നത് ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ നക്ഷത്രക്കാർ അതൊന്ന് ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകളിലേക്കും വിനകളിലേക്കും ഒക്കെ ചെന്ന് പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നല്ല ഒരു ഭാഗ്യത്തിൻ്റെ നല്ലൊരു ഐശ്വര്യത്തിൻ്റെ നേട്ടത്തിൻ്റെ സുദിനമാകട്ടെ ഏവർക്കും.